ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. 2025 വരവേറ്റ് ലോകം. കിരുബാസ് ദ്വീപിലും ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും പുതുവർഷം പിറന്നു. കേരളത്തിലും പുതുവർഷത്തോടനുബന്ധിച്ച് ഒട്ടേറെ ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. കോവളം, വർക്കല, ഫോർട്ട് കൊച്ചി, മൂന്നാർ, കുമരകം തുടങ്ങിയ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പുതുവർഷം ആഘോഷമാക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. പുത്തൻ പ്രതീക്ഷകളോടെ പുതിയ നാളുകളെ വരവേൽക്കാനുള്ള ആഘോഷത്തിന്റെ സുദിനമാണ് പുതുവത്സര ദിനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാളുകളെ പ്രകാശപൂർണ്ണമാക്കാനുള്ള ഊർജ്ജവും പ്രചോദനവും 2025 നമുക്ക് പകരട്ടെയെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു. സമാധാനം, ഐക്യം എന്നിവ നിലനിർത്താനും സാമൂഹിക മുന്നേറ്റം കൈവരിക്കാനും ശ്രീനാരായണ ഗുരുദേവന്റെ തത്വങ്ങൾ ഊർജ്ജം പകരുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തോട് അനുബന്ധിച്ച് ശിവഗിരിയിൽ നടക്കുന്ന കൃഷി, കൈത്തൊഴിൽ, വ്യവസായം, ടൂറിസം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ ക്ഷേമത്തിന്റെയും സ്വാശ്രയത്വത്തിന്റെയും വക്താവായിരുന്നു ശ്രീനാരായണ ഗുരുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. തൃക്കാക്കര എംഎൽഎ ഉമ്മ തോമസിന് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വീണ് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ ചേർത്ത് സംഘാടകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തു. സംഘാടകരിൽപ്പെട്ട നികോഷ് കുമാർ, ജനീഷ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി അടുത്ത മാസം 3-ന് പരിഗണിക്കും. പനയുൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ഭിന്നശേഷിക്കാർക്ക് വിപണന കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്ന പദ്ധതി മന്ത്രി ആർ ബിന്ദു നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഭിന്നശേഷിക്കാർക്ക് പുതുവത്സര സമ്മാനമായാണ് ഇടം പോയിന്റുകൾ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി പനയുൽപ്പന്ന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ ഇന്ത്യൻ സേനയെപ്പോലും അപമാനിക്കുന്ന തരം രാഷ്ട്രീയമാണ് കേരള സർക്കാരിന്റേതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കേരളം കണക്ക് നൽകാൻ കാലതാമസം വരുത്തിയതിനാലാണ് കേന്ദ്ര സഹായം ലഭിക്കാൻ വൈകിയതെന്നും വയനാട് ദുരിതബാധിതർക്ക് കേന്ദ്രം നൽകേണ്ടതെല്ലാം നൽകുമെന്നും അദ്ദേഹം ഇടുക്കിയിൽ പറഞ്ഞു. നെടുമങ്ങാട് കരകുളത്തെ PA അസീസ് കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. കോളേജിനുള്ളിലെ പണിതീരാത്ത കെട്ടിടത്തിനുള്ളിലെ ഹാളിൽ ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹയുടേതാണ് മൃതദേഹമെന്നാണ് സംശയം. രാവിലെ ഹാളിൽ തീ കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട കോളേജിലെ ജീവനക്കാരനാണ് മൃതദേഹം കണ്ടെത്തിയത്. തമിഴ്നാട് എക്സ്പ്രസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പുതുതായി ആരംഭിക്കുന്ന വൈക്കം ചെന്നൈ, വൈക്കം വേളാങ്കണ്ണി ബസ് സർവീസുകളുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം വൈക്കം KSRTC ബസ് സ്റ്റാൻഡിൽ നടക്കും. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ, തമിഴ്നാട് ഗതാഗത മന്ത്രി SS ശിവശങ്കർ എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. വയോജനങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യം ലക്ഷ്യമിട്ട് സംസ്ഥാന ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക വയോജന മെഡിക്കൽ ക്യാമ്പുകളുടെ റിപ്പോർട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന് ആയുഷ് മിഷൻ സംസ്ഥാന ഡയറക്ടർ ഡോക്ടർ D സജിത് ബാബു കൈമാറി. 2408 മെഡിക്കൽ ക്യാമ്പുകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇതിലൂടെ സംഘടിപ്പിച്ചത്. ആകെ 1,76,386 വയോജനങ്ങൾ ക്യാമ്പുകളിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന് നാളെ തുടക്കമാകുമെന്ന് മന്ത്രി MB രാജേഷ്. ശാസ്ത്രീയ മാലിന്യ സംസ്കരണം വലിയ തോതിൽ പുരോഗമിക്കുമ്പോഴും വലിച്ചെറിയൽ ശീലം ഉപേക്ഷിക്കാൻ ജനങ്ങൾ തയ്യാറായിട്ടില്ലെന്നും ഇതിനായി വിപുലമായ ബോധവൽക്കരണ പരിപാടികൾക്കാണ് സർക്കാർ രൂപം നൽകിയിരിക്കുന്നതെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള ഗവർണറായി രാജേന്ദ്ര ബിശ്വനാഥ് ആർലേക്കർ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10:30 നടക്കുന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ. നാളെ വൈകുന്നേരം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന നിയുക്ത ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. സാഹിത്യരചനയിലൂടെ സമൂഹത്തെ പുരോഗമനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതിൽ എന്നും ജാഗ്രത പുലർത്തിയ എഴുത്തുകാരനായിരുന്നു MT വാസുദേവൻ നായരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാംസ്കാരിക വകുപ്പ് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിച്ച MT അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാഹിത്യമോ സിനിമയോ പത്രപ്രവർത്തനമോ ഏതു രംഗവുമാകട്ടെ അവിടെയെല്ലാം തിളങ്ങുന്ന മുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ് MT എന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ MTയെ അനുസ്മരിച്ചു. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരള പശ്ചിമബംഗാൾ പോരാട്ടം പുരോഗമിക്കുന്നു. ആദ്യ പകുതി പിന്നിടുമ്പോൾ ഇരു ടീമുകളും ഗോളൊന്നും നേടിയിട്ടില്ല. ഹൈദരാബാദിലെ ഗച്ചിബൌളി സ്റ്റേഡിയത്തിലാണ് മത്സരം. സ്വർണത്തിന്റെയും മറ്റ് വിലയേറിയ രത്നങ്ങളുടെയും 10 ലക്ഷമോ അതിനു മുകളിലോ മൂല്യമുള്ള ചരക്ക് നീക്കത്തിന് സംസ്ഥാനത്തിനുള്ളിൽ നാളെ മുതൽ ഇ-വേ ബിൽ നിർബന്ധമാക്കി. സപ്ലൈ ആവശ്യങ്ങൾക്കും പ്രദർശനം, ഹാൾമാർക്കിംഗ് തുടങ്ങിയ ഇതര ആവശ്യങ്ങൾക്കും ഇനി മുതൽ ഇ-വേ ബിൽ നിർബന്ധമാണെന്ന് സംസ്ഥാന GST വകുപ്പ് അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.